ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൊട്ടാറ്റോ സ്മൈലിയാണ്. അപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പൊട്ടാറ്റോ സ്മൈലി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. അതിനുവേണ്ടി ഒരു കുക്കർ അടുപ്പിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതേ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങിൽ വെള്ളമൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഇതേ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി കോൺഫ്ലവറിന് പകരമായിട്ട് നമുക്ക് മൈദ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ്. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഓയിലൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഞാനൊരു പലക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തടവി കൊടുക്കാം. ഇനി ഈ മാവ് പലകൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അത്യാവശ്യം കട്ട് ചെയ്ത് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഇത് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ സ്മൈലിൻ്റെ കണ്ണും വായൊക്കെ ഒന്ന് വരച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു സ്റ്റിക്ക് വെച്ചാണ് ഞാൻ കണ്ണ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ സ്മൈലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ സ്മൈലിയൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി അടുപ്പ് കത്തിച്ച് അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള പൊട്ടാറ്റോ സ്മൈലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നതിലേക്ക് ബൈ.